ഈ ഒറ്റപ്പെടലിൻ്റെ വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് റിയലി പെയിൻഫുൾ. നമ്മളെ ഏറ്റവും നമ്മുടെ സ്വന്തമെന്ന് കരുതുന്നവർ നമ്മളെ ഒരു കാലം വിട്ടുപോവുകയില്ല, നമ്മുടെ സ്വന്തമാണ്, ഏത് വിഷയത്തിനും നമ്മുടെ കൂടെ നിൽക്കും എന്ന് കരുതുന്നവർ ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തും. അവരുടെ ആ സാമീപ്യം നമ്മൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ അവർ മാറിക്കളയും. നമ്മൾ തീർത്തും ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്ന അവസ്ഥകളുണ്ടാവും. അത് ഇറ്റ്സ് റിയലി പെയിൻഫുൾ. എത്ര അനുഭവിച്ചവർക്കേ അത് മനസ്സിലാകുകയുള്ളൂ. ആ ഒരു വേദന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് തീർച്ചയായും ആ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ദൈവത്തിനത് നന്നായി അറിയാം. നമ്മൾ വേദനപ്പെടുമ്പം നമ്മൾ ആരോടുമില്ല ദൈവത്തെ പുച്ഛിക്കും, മറ്റവരോടൊക്കെ നമ്മളെ മനസ്സിൽ വെറുക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന എന്നാന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. ബൈബിളിൽ യോസഫിനെ കുറിച്ച് ചിന്തിച്ചാൽ, യോസഫിൻ്റെ സ്വന്തം സഹോദരന്മാർ യോസഫ് ഒരു സ്വപ്നക്കാരനാണെന്നും ദർശനക്കാരനാണെന്നും പറഞ്ഞ് അവനെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ തള്ളിയിടുക. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നാണ് പറയുന്നത്. ഒരു തിക്നെസ്സും കാണിച്ചില്ല. സഹോദരനാണെന്നോ കൂടപ്പുറമ്പാണെന്നോ ഒന്നും ഓർക്കാതെ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ട് ഇരുന്ന് യോസഫ് എന്തുമാത്രം വിങ്ങി പൊട്ടിക്കാണും. പക്ഷേ അവൻ്റെ വിങ്ങൽ സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല. സഹോദരങ്ങളെക്കാൾ ഉപരിയായി അവനെ ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന്, അവൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന്, അവനെ പിന്നീട് നമ്മൾ കാണുന്നത് കഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ യോസഫിൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ രാജ്യത്തെ ഒന്നാമനായി, രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് ദൈവം അവനെ ഉയർത്തിയതായിട്ട് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ബൈബിളിൽ പത്രോസ് യേശുവിനോട് ചേർന്ന് നിന്ന ഒരാളാണ്. പത്രോസ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറയുകയാണ് പത്രോസിനോട്. ഇല്ല കർത്താവേ, ഞാൻ അങ്ങനെ ഒരിക്കലും നിന്നെ തള്ളിപ്പറയത്തില്ല. വളരെ ഉറപ്പും ധൈര്യമുള്ളതായിട്ടാണ് പത്രോസിൻ്റെ നിൽപ്പ്. എന്നാൽ 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ്, അതിൻ്റെ അകത്ത് ലൂക്കോസ് എന്ന സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് 3-ാം വട്ടം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂകി. യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. അതോടൊപ്പം തന്നെ പറയുകയാണ്, യേശു ക്രിസ്തു പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കി. എന്നാലും എടാ മോനെ പത്രോസേ, എൻ്റെ പിൻഗാമിയായിട്ട് എൻ്റെ കാലശേഷം നിന്നെ വാഴിക്കണമെന്ന് ഞാൻ വിചാരിച്ച് ഇരുന്ന് നീ തന്നെ എന്നെ തള്ളിക്കളഞ്ഞല്ലോടാ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. കർത്താവ് തിരിഞ്ഞൊന്ന് നോക്കി പത്രോസിനെ. അങ്ങനെയാണ് ലൂക്കോസ് എന്ന സുവിശേഷം എഴുതിയത്. പക്ഷേ പത്രോസിൻ്റെ ആ നോട്ടം കണ്ടപ്പം പത്രോസിൻ്റെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിയത്, ആ നോട്ടം. പത്രോസ് അനുതപിച്ചു, പത്രോസ് കരഞ്ഞു. അതെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ, എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് ക്ഷമിച്ച് പിന്നീട് സ്വർഗരാജ്യമല്ല, ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ താക്കോൽക്കാരനായി, മുന്നണി പോരാളിയായിട്ട് നമുക്ക് പത്രോസിനെ ബൈബിളിൽ കാണുവാൻ കഴിയും. പത്രോസിനെയും കർത്താവ് ഉയർത്തുകയായിരുന്നു. നീ നിൻ്റെ സഹോദരനെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും, ചില സാഹചര്യത്തിൽ നിനക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. എന്നാൽ അനുതപിക്കുന്ന ഒരു പാപിയോട് മനസ്സലിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോരുത്. കർത്താവിന് ആരോടും മുഖപക്ഷമില്ല. നീ അനുദപിച്ചാൽ, നിൻ്റെ മുഖം വാടിയാൽ, നിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ കർത്താവിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കർത്താവ് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അതുപോലെ യേശുക്രിസ്തു
ഈ ക്രൂശിലെ മരണത്തോളം അവൻ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ സകല ഇതും വിട്ട് ഈ ഭൂമിയിൽ താണലോകത്തിൽ വന്ന് ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചപ്പോൾ പിതാവാകുന്ന ദൈവം അവനെയും ഉയർത്തി സ്വർലോകങ്ങളിലും ഭൂലോകങ്ങളിലും ഏറ്റവും മേലായ നാമമാക്കി അവൻ്റെ പേര് മാറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണുനീരിൻ്റെ, നമ്മുടെ വേദനയുടെ, നമ്മുടെ ആ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യം വരുമ്പോൾ ഉറപ്പിച്ചോ, ഞാനൊരു ദൈവ പൈതലാണ്, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ ഉയർത്തും, എന്നെ മാനിക്കും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയും നിറഞ്ഞതാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കിയാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന് ചിന്തിപ്പാൻ നമുക്കിടയാകും. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.